വർഗീയതയ്ക്ക് നമ്മളെപ്പോഴും എതിരാണ്. വർഗീയത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മറ്റൊരു പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ നോക്കുകയും അവരെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുകയും ചെയ്ത് അവരുടെ സംസ്കാരം നടപ്പാക്കാൻ നോക്കുന്ന അതിനാണ് വർഗീയത എന്ന് പറയുന്നത്. അത് ഒരിക്കലും നാം അനുവദിച്ചതല്ല. ഇസ്ലാം അതിലേക്ക് ഒരിക്കലും ആരെയും ക്ഷണിച്ചിട്ടും ഇല്ല. അതാണ് ഞങ്ങൾ പറയുന്ന മനുഷ്യർക്കൊപ്പം എന്ന വാക്കിന്റെ അർത്ഥമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഇസ്ലാം അല്ലാഹുവിന്റെ മതമാണ് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിംകളായ നാം പറഞ്ഞാൽ അതിന്റെ അർത്ഥം മറ്റുള്ള എല്ലാ ആളുകളിലേക്കും നമുക്ക് ഇഷ്ടമുള്ളതിലേക്കൊക്കെ പോകാം എന്നല്ല. സർവമത സത്യവാദം അത് സിയോണിസത്തിന്റെ വാദമാണ്. ആ വാദമല്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പ്രത്യേകമായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. ഇപ്പൊ കണ്ടോ, സമസ്തന്റെ ആലിമീങ്ങൾ വന്നിട്ട് പറഞ്ഞത് മതമേതായാലും വിരോധമില്ല എന്ന് പറഞ്ഞല്ലേ പോയത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായിട്ട് ഇവിടെ 100 കൊല്ലം തികയുകയാണ്. ജീവിക്കാം. ഇതാണ് നാം നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ കണ്ണൂരിൽ നിന്ന് പുസ്തകിച്ചപ്പോൾ പറഞ്ഞ അതാ കണ്ണൂർ സിറ്റിയുടെ മധ്യത്തിൽ അന്ത്യവിശ്രമമുള്ളതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മൗലൽ ബുഖാരി തങ്ങൾ അവരും അവരുടെ ജദ് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന അവരും, അതുപോലെ തന്നെ അബ്ദുൽ ഖാദിർ സാനി തുടങ്ങിയ ഔലിയാക്കന്മാർ അവരൊക്കെ 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളവരാണ്. അന്നു മുതൽ മുസ്ലിമീങ്ങൾ ആയി അവർ ജീവിച്ചു വന്നവരും മരിച്ചു പോയവരുമാണ്. അവർക്ക് അന്നത്തെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത് അവർക്കിവിടെ ഇസ്ലാമിക പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നതാണ് സത്യം. അതുകൊണ്ട് ആ മഹത്തുക്കൾ നടന്നു വന്ന വഴിയിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാതെ നാം എല്ലാവരും ജീവിക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വഴികൾ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്ക്